സുഖമായിട്ടിരിക്കുന്നു. മാർക്കോ കണ്ടില്ല, കാണാൻ വേണ്ടിയിട്ട് വലിയൊരു ആകാംക്ഷയിലിരിക്കും. തീർച്ചയായിട്ടും അവനെക്കുറിച്ച് വലിയൊരു കമൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെയധികം ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ കുടുംബം മൊത്തത്തിൽ ഹാപ്പിയാണ്. കാരണം അച്ഛൻ്റെ ഒരു തലമുറയിൽ നിന്ന് അടുത്തൊരു തലമുറയിൽ നിന്ന് ഒരാൾ കൂടി വരികയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയായ ശബ്ദം വളരെ മനോഹരമായിട്ട് അവൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ അത് കാണാൻ വേണ്ടിയുള്ളൊരു ആകാംക്ഷയിൽ ഇരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും ഒരു ടിപ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ടിപ്സ് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഞാൻ അവനെ അവന് 1 വയസ്സുള്ളപ്പോൾ തൊട്ട് എഴുതി നടക്കുന്നതാണ്. അപ്പോൾ അവനെ എല്ലായിടത്തും ചെറുപ്പത്തിലെ തന്നെ എല്ലായിടത്തും കൊണ്ടുവന്നൊക്കെ നമ്മൾ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അവന് കോളേജിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇങ്ങനെ സിനിമ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് താല്പര്യം തോന്നിയത്. പിന്നെ അവന് ടിപ്സ് കൊടുക്കാനായിട്ട് അവൻ്റെ അച്ഛൻ തന്നെ കൂടെ ഉണ്ടല്ലോ. ഒരുപാട് അച്ഛൻ്റെ പ്രത്യേകിച്ചും ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അവന് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും. ഓഫ് കോഴ്സ് പോയ സമയത്ത് അഭിനയിക്കാൻ പോകുന്ന സമയത്ത് എന്നെ വിളിച്ച് ആശീർവാദമൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. വളരെ സ്നേഹത്തോടെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചാണ് ഞാനും വിട്ടത്. അതിൻ്റെ ഒരു ഫലം ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഹൈപ്പിലേക്ക് എത്തിയതിൽ ഒരുപാട് സന്തോഷം. സിനിമയായിട്ട് എല്ലാവരും പറയുന്നത് ഇതുവരെ ഇങ്ങനത്തെ ഇത്രയും മൈൽഡായിട്ടുള്ള വയലൻസ് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സിനിമയെ കുറിച്ച് എല്ലാവരും അഭിപ്രായം പറയുന്നു. കാരണം ഈ ഒരു സ്റ്റാർട്ടിങ് ലെവലിൽ ഇങ്ങനത്തെ സിനിമയിലേക്ക് എത്തിയപ്പോൾ എന്ത് തോന്നുന്നു? ആളുകൾ ഇങ്ങനത്തെ പല കമൻസും വരുന്നുണ്ടല്ലോ. അല്ല, അത് വയലൻസ് ഉണ്ടെന്ന് ഈ പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പലരും പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അതിൻ്റെ പ്രൊമോഷൻ സംഭവത്തിലൊക്കെ ഒരുപാട് ജഗദീഷ് ചേട്ടനൊക്കെ പറയുന്നുണ്ട് ഭയങ്കര വയലൻസാണ്. അപ്പോൾ അങ്ങനൊരു വയലൻസ് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് പടം കണ്ടാലേ അറിയുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അത് അങ്ങനൊരു സബ്ജക്റ്റിൽ അവൻ ഇൻക്ലൂഡ് ആയത് ചിലപ്പോൾ ഒരു പക്ഷേ നല്ലതിനായിരിക്കാം. കാരണം അത്രമാത്രം ഒരു വയലൻസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിനും ഒരു ഹൈപ്പ് കിട്ടുമല്ലോ. എന്താ പറയുക, വേറൊരു സോഫ്റ്റ് പടത്തിൽ വരുന്നതിനെല്ലാം കുറച്ചും കൂടി ഒരു മാസ് പടത്തിൽ വരുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ലതായിരിക്കും എന്ന് വിചാരിക്കാം. ഞാൻ മിനിഞ്ഞാന്ന് എനിക്ക് ഇറങ്ങിയ ദിവസം എനിക്ക് ഷൂട്ടായിരുന്നു. അപ്പോൾ അന്ന് പോകാൻ പറ്റിയില്ല. പിന്നെ ഇങ്ങോട്ടുള്ള യാത്രയിലായിരുന്നു, പാലക്കാടേക്കുള്ള യാത്രയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടും ഇന്നും പറ്റില്ല. ഇപ്പോൾ കല്യാണമൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം കൂടി ഞാനിവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റന്നാൾ മിക്കവാറും കാണും. ചിലപ്പോൾ ഒന്നുകിൽ എറണാകുളത്ത് കാണും, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് പോയിട്ട് കാണും. തീർച്ചയായിട്ടും എൻ്റെ മക്കൾ 2 പേരും ഉണ്ട്. അവർ ഇത് കാണണം എന്നുള്ള, പ്രത്യേകിച്ചും മോനും മോളും ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് അവർ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഒരു തരംഗമായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് കേട്ടത്. അത് സത്യം. അപ്പോൾ അത് മോളെൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കേശു എന്നാണ് വിളിക്കുന്നതാണ്. കേശുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് വരുന്ന മൊത്തം പിള്ളേരാണ്. അപ്പോൾ അതുകൊണ്ട് അവരും ഇത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. കേട്ടില്ല. എൻ്റെയോ? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ ഇറങ്ങിയ പടം നിങ്ങൾ അറിയാലോ, ബോഗൻവില്ല. അതിനു മുമ്പ് ഗിർ ഇറങ്ങിയായിരുന്നു. ഇനിയിപ്പോൾ വരാനുള്ളത് ലാലേട്ടൻ്റെ തുടരും ഉണ്ട്. അതുകൂടാതെ ആസാദി എന്ന് പറയുന്ന നമ്മുടെ ശ്രീനാഥ് ബാസി നായകനായിട്ടുള്ളത്. അതുകൂടാതെ ഷറഫുദ്ദീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷറഫുദ്ദീൻ നായകനായിട്ട് അഭിനയിക്കുന്ന ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ അത് എൻ്റെ ഡബിങ്ങൊന്നും ആയിട്ടില്ല. ബാക്കിയെല്ലാം ഡബിങ്ങെല്ലാം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് തുടരും ജനുവരി റിലീസുണ്ട്. ആസാദിയും ജനുവരി റിലീസുണ്ട്. ഇനി പിന്നെ അടുത്ത മാസം ജനുവരി 1 വേറെ ഒരു പടത്തിൻ്റെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അതൊരു നല്ല പടമാണ്. അത് കുറച്ച് താങ്ക് യു സോ മച്ച്.